ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ വോളിയം വ്യാപ്തം എന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. പേജ് നമ്പർ 41 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിളിലെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദ ടേബിൾ ഷോസ് ദ മെഷർമെൻറ്റ് ഓഫ് സം റെക്ടാങ്കുലർ ബ്ലോക്സ്. കാൽക്കുലേറ്റ് ദ മിസ്സിംഗ് മെഷേഴ്സ്. ഏതാനും ചതുരക്കട്ടകളുടെ അളവുകളാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. എഴുതിയിട്ടില്ലാത്ത അളവുകൾ കണക്കാക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ടേബിൾ ഷോസ് ദ മെഷർമെൻറ്റ് ഓഫ് സം റെക്ടാങ്കുലർ ബ്ലോക്സ്. ചില ചതുരക്കട്ടകളുടെ അളവുകളാണ് ഈ ടേബിളിൽ തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദെയർ മിസ്സിംഗ് മെഷേഴ്സ്. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതിൽ ചില മിസ്സായിട്ടുള്ള മെഷർമെൻറ്റുകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയമാണ്. അപ്പോൾ വോളിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം എന്താ ലെങ്തും ബ്രെഡ്ത്തും വിഡ്ത്ത് ഹൈറ്റും കൂടി എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക അല്ലേ? ബ്രെഡ്ത്ത് തന്നെയാണ് വിഡ്ത്ത്. നീളം വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വീതിയാണേ. ഇത് വീതി, ലെങ്ത് എന്താണ്? നീളം, ഹൈറ്റ് എന്താണ്? ഉയരം. അപ്പോൾ വിഡ്ത്തെന്നും ബ്രെഡ്ത്തെന്നും നമ്മൾ പറയും കേട്ടോ. അപ്പോൾ ലെങ്തും വിഡ്ത്തും ഹൈറ്റും തന്നിട്ടുണ്ട്, നീളവും വീതിയും ഉയരവും. അപ്പോൾ ഒന്നാമത്തിൽ നീളം എത്രയാണ്? 3 സെൻറ്റിമീറ്റർ, വീതി 8 സെൻറ്റിമീറ്റർ, ഉയരം 7 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. 3 വാല്യൂസും കൂടെ നമ്മൾ ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 8 ഇൻറ്റു 7 അല്ലേ? 3 ഇൻറ്റു 8 എത്രയാണ്? 24. 24 ഇൻറ്റു 7. 24നെ 7 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കുക. 24 ഇൻറ്റു 7. 7 4s are 28. റിമൈൻഡർ 2 വരും. 2 7s are 14. 14 പ്ലസ് 2 എത്രയാണ്? 16. 168 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഒന്നാമത്തെ ഡാഷിൽ നമ്മൾ ഫില്ല് ചെയ്യേണ്ടത് അല്ലേ? ഒന്നും കൂടി ഇൻറ്റു എഴുതുക. ഓക്കെ. ഇനി രണ്ടാമത്തെ കോളത്തിൽ നോക്കൂ. നീളമുണ്ട്, ലെങ്ത് ഉണ്ട് 6 സെൻറ്റിമീറ്റർ, വീതിയുണ്ട് 4 സെൻറ്റിമീറ്റർ, ഉയരം എന്താണ്? 5 സെൻറ്റിമീറ്റർ. അതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ? ഡാഷ് ഇട്ടിരിക്കുന്ന വോളിയം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തേൽ വോളിയം കണ്ടുപിടിക്കാൻ 3 വാല്യൂസും കൂടി ഇൻറ്റു ചെയ്യാം. 6 ഇൻറ്റു 4 ഇൻറ്റു 5 അല്ലേ? അപ്പോൾ 6 ഇൻറ്റു 4 എത്രയാണ്? 24. 24 ഇൻറ്റു 5. 24 ഇൻറ്റു 5 ചെയ്ത് നോക്കുക. 120 കിട്ടും. എത്രയാണ്? 120. 120 അത്രയും CC. 120 CC. ഓക്കെ. അപ്പോൾ ആദ്യത്തേൽ ഫില്ല് ചെയ്യാൻ നമുക്ക് പാടില്ലായിരുന്നു. ഡയറക്റ്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തെടുത്താൽ മതി, നേരിട്ട് ഗുണിച്ചെടുത്താൽ മതി. അടുത്ത മൂന്നാമത്തെ കോളത്തിൽ ലെങ്ത് ഉണ്ട്, വിഡ്ത്ത് ഉണ്ട്, ഹൈറ്റ് ഇല്ല. പക്ഷേ എന്തുണ്ട്? വോളിയം ഉണ്ട്. നമുക്കറിയാം ലെങ്തും വിഡ്ത്തും ഹൈറ്റും കൂടി ഇൻറ്റു ചെയ്യുമ്പോഴാണ് വോളിയം കിട്ടുന്നത്. നീളവും വീതിയും കൂടെ ഉയരവും കൂടി ഗുണിച്ചെടുക്കുമ്പോഴാണ് നമുക്ക് വ്യാപ്തം കിട്ടുന്നത് അല്ലേ? ഇപ്പോൾ നമുക്ക് വ്യാപ്തമുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണം? ഹൈറ്റാണ് കണ്ടുപിടിക്കണം. അതിന് എന്താ ചെയ്യേണ്ടത്? ഏതാണോ മിസ്സിങ് ആയിട്ടുള്ള അളവ് അത് കിട്ടാൻ വേണ്ടി വോളിയത്തിൽ നിന്നും നമ്മൾ ബാക്കി 2 അളവുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. ഞാൻ കാണിച്ചു തരാം. വോളിയം കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണല്ലോ. നീളം ഗുണം വീതി ഗുണം ഉയരം. അപ്പം നമുക്കിവിടെ ഇല്ലാത്തത് ഏതളവാണ്? ഹൈറ്റാണ് ഇല്ലാത്തത്. അപ്പോൾ ഹൈറ്റ് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഇൻറ്റു ചെയ്തതിന് ശേഷം ഇവിടെ വോളിയത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അത് നമുക്ക് ഇക്വേഷനായിട്ട് എഴുതുകയാണെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വോളിയം ഡിവൈഡഡ് ബൈ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഓക്കെ. അപ്പോൾ ഇവിടെ വോളിയം ഉണ്ട്. മൂന്നാമത്തെ കോളത്തിൽ നോക്കുമ്പോൾ വോളിയം എത്രയാണ്? 48 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നീളം എത്രയാണ്? 6ഉം വീതി എത്രയാണ്? 4. അതായത് 6 ഇൻറ്റു 4. 48 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 4 എത്രയാണ്? 24. 48ന് 24 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 2. അതായത് 2 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് അഥവാ ഉയരം എന്ന് പറയുന്നത്. എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ 2 സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി നാലാമത്തെ കുളത്തിൽ നോക്കൂ. നാലാമത്തേൽ നീളമാണ് ഇല്ലാത്തത്, വീതിയുണ്ട്, ഉയരവുമുണ്ട്, വിഡ്ത്തും ഉണ്ട്, ഹൈറ്റും ഉണ്ട്. അപ്പോൾ വോളിയം നമ്മൾ എഴുതുന്നത് എങ്ങനെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നതാണ്. നമുക്കില്ലാത്തത് ബ്രെഡ്ത്ത് അഥവാ വിഡ്ത്ത് അല്ലെങ്കിൽ വീതിയാണ്. നമുക്ക് ബി ഇല്ല. അപ്പോൾ പി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? വോളിയത്തിനെ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഇവിടെ എത്രയാണ് വോളിയം തന്നിരിക്കുന്നത്? നാലാമത്തേൽ വോളിയം എത്രയാണ്? 48 48 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2. 8 ഇൻറ്റു 2. 48 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2 എത്രയാണ്? 16. 48നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 സെൻറ്റിമീറ്റർ. എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ. അപ്പോൾ അഞ്ചാമത്തെ കുളത്തിൽ നമുക്ക് നാലാമത്തെ കുളത്തിൽ വീതി നമുക്ക് എത്രയെന്ന് കൊടുക്കാം? 3 സെൻറ്റിമീറ്റർ. ഇനി അഞ്ചാമത്തെ കുളത്തിൽ നോക്കിയാൽ നമുക്ക് ലെങ്ത് ഇല്ല, ബ്രെഡ്ത്തും ഹൈറ്റും ഉണ്ട്, നീളമില്ല, വീതിയും ഉയരവും ഉണ്ട്. അപ്പോൾ അഞ്ചാമത്തിൽ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ എഴുതാം. വോളിയം ഈക്വൽസ് ലെങ്ത് ഇൻറ്റു
ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. നമുക്ക് ഇല്ലാത്തത് ഏതാണ്? നീളമാണ്. അപ്പോൾ നീളം കണ്ടുപിടിക്കാനായി വോളിയത്തിനെ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ഓക്കെ, വോളിയം എത്രയാണ്? അഞ്ചാമത്തേൽ വോളിയം എത്ര തന്നെയാണ്? അത് 48 തന്നെയാണ്. 48 ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് എത്രയാണ്? 2, ഹൈറ്റ് 2, രണ്ടും 2 തന്നെയാണ്. വീതിയും ഉയരവും എത്രയാണ്? 2 വീതമാണ്. അപ്പോൾ 48 ബൈ 2 × 2 4. 48നെ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. എത്രയാണ്? 12. അതായത് നീളം എത്ര സെൻറ്റിമീറ്ററാണ്? 12 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമുക്കിവിടെ 12 വന്ന് കൊടുക്കാം. ഓക്കെ, അഞ്ചാമത്തെ കോളം ഫില്ല് ചെയ്തു. ആറാമത്തെ ഞാൻ ഇങ്ങോട്ട് എഴുതാം. ആറാമത്തത് നീളമില്ല, അതിലും നീളം തന്നെയാണ് ഇല്ലാത്തത്. വീതിയുണ്ട്, ഉയരമുണ്ട്. അപ്പോൾ നീളം കണ്ടുപിടിക്കാൻ ഇവിടെ എഴുതിയതുപോലെ അപ്പോൾ ഈ ഫോർമുല എടുക്കുക. ലെങ്ത് ഈക്വൽസ് എന്താണ്? വി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എച്ച് അല്ലേ? വി എത്രയാണ്? 80 ആണ്. 80. വോളിയം എത്രയാണ്? വ്യാപ്തം. വോളിയം എന്താണ്? വ്യാപ്തം. വ്യാപ്തം എത്രയാണ് ഇവിടെ? 80 അല്ലേ? അപ്പോൾ 80 ഡിവൈഡഡ് ബൈ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, വീതിയെ ഉയരം കൊണ്ട് ഇൻറ്റു 2 × 4, അതായത് 80 ബൈ 2 × 4 എത്രയാണ്? 8, അതായത് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കാം? നമുക്ക് 10 എന്ന് കൊടുക്കാം. ഇനി ഏഴാമത്തേൽ എന്താ ഉള്ളത്? വീതിയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വീതിയാണ്. അപ്പോൾ നമുക്ക് ഇനി ഒന്നേന്ന് ഫോർമുല ഒന്നും എഴുതാണ്ടല്ലോ, അറിയാമല്ലോ. വീതി അതായത് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയത്തിനെ എന്തുകൊണ്ട് ഇൻറ്റു ചെയ്യുക? ലെങ്ത് ഇൻറ്റു ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്യുക. വോളിയത്തിനെ ലെങ്ത് ഇൻറ്റു ഹൈറ്റ് കൊണ്ട് ഇൻറ്റു ചെയ്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. വോളിയം എത്രയാണ്? ഇവിടെ എത്രയാണ് വോളിയം? 210. എത്രയാണ്? 210. 210 ഡിവൈഡഡ് ബൈ ലെങ്ത് ഇവിടെ 14, ഉയരം ഇവിടെ 5. 14 × 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 14 × 5 എത്രയാണ്? 14 × 5, 5 4 20, ശിഷ്ടം 2 70. എത്രയെന്ന് വരും? 210 ബൈ 70. 0 0 ക്യാൻസലായി പോകുന്നു. 21/7 എത്രയാണ്? 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഏഴാമത്തെ കോളത്തിൽ വീതി എത്രയാണ്? 3 സെൻറ്റിമീറ്റർ.